ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു യാത്ര പോയിന്ന്. നമ്മൾ പോയത് സേലത്തേക്കാണ് കേട്ടോ. അപ്പോൾ ആ സേലം ഭാഗം എത്തണേക്കാൾ മുന്നേ കോയമ്പത്തൂരും അതുപോലെ കോയമ്പത്തൂർ കഴിഞ്ഞാലുമുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഒരു ഭംഗി തന്നെയാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ സേലത്ത് ഒരു കല്യാണത്തിനാണ് പോകുന്നത്. ഏട്ടൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അവർ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏട്ടൻ ഹോസ്പിറ്റലായപ്പോഴും അവർ വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എത്താനായിട്ട് വൈകും. അപ്പോൾ അവരുടെ വീട്ടിലെത്താനോ ചടങ്ങുകൾ കാണാനോ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവർ നമുക്കായിട്ട് ബുക്ക് ചെയ്ത റൂമിലേക്കോ നമ്മൾ പോകണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പുറമെ ഒരു റൂം ബുക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ജൂനിയർ കുപ്പണ്ണയെന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ ദോശ അങ്ങനത്തെ ഐറ്റംസാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. അങ്ങനെ മതിയെന്ന് വെച്ചിട്ട് നമ്മുടെ തൃശ്ശൂർ പുഴയ്ക്കലിൽ ശോഭ സിറ്റിയുടെയൊക്കെ അവിടെ എത്തണേക്കാൻ മുന്നേ, അതായത് തൃശ്ശൂരിൽ നിന്ന് പോകുമ്പോൾ ശോഭ സിറ്റിയൊക്കെ എത്തണേക്കാൻ മുന്നേ ഒരു ജൂനിയർ കുപ്പണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇല്ല തോന്നുന്നത്, നിർത്തി. അപ്പം നമ്മൾ തമിഴ്നാട്ടിലത്തെ ഫുഡ് അല്ലെങ്കിൽ തമിഴ്നാട്ടിലത്തെ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു കത്ര പിടിച്ചോളണമെന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നിൽക്കുന്ന സമയത്ത് മഴ ചാറിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അന്തരീക്ഷം നല്ല കാറ്റ്, തണുത്ത കാറ്റും വീശിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭക്ഷണം തമിഴ്നാട്ടിലത്തെ ടിഫിനുകളൊക്കെ ഒരു രസം തന്നെയാണ് കേട്ടോ. അഭിനേനും ഞാനാണ് ഓർഡർ ചെയ്തത് കേട്ടോ. ഞാൻ പറഞ്ഞു പനീർ ബട്ടർ മസാലയും പിന്നെ ചിക്കനും അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എഗ് ദോശയാണ്. അപ്പോൾ അങ്ങനെ എഗ് ദോശയ്ക്ക് ചട്നിയും ചമ്മന്തിയും സാമ്പാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ കറിയൊന്നും അവരെടുക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ എടുത്തിട്ട് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്തിട്ട് തന്നെ കഴിക്കാം കേട്ടോ. ഞങ്ങൾ കൂട്ടത്തോടെ ഒന്നിച്ച് പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാം പല ടേസ്റ്റ് അറിയുകയും ചെയ്യാം നമുക്ക്. അതൊരു രസം തന്നെയല്ലേ. അപ്പോൾ ബാസ്കിൻ റോബിൻസ് ഐസ്ക്രീം കിട്ടാം. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ഒന്നും കഴിച്ചില്ല, രാത്രിയായില്ലേ. അപ്പോൾ ഞെക്കിൻ്റെതായ കളിയിൽ ഇങ്ങനെ പെട്ടു. അപ്പം നാക്കലയിൽ ദോശയും അതുപോലെ തന്നെ അവർക്ക് നാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നാക്കലയല്ല, സാധാ വാഴയിലയിൽ നിന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് പോയി. അപ്പോൾ സേലം സിറ്റിയുടെ അടുത്ത് തന്നെ JB റെസിഡൻസി എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ, നല്ല ഹോട്ടലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ നിങ്ങൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോട്ടൽ നല്ല നീറ്റാണ്. അപ്പോൾ അവിടെ ബുക്ക് ചെയ്തോളുണ്ട് കേട്ടോ, റൂം എടുക്കാൻ അങ്ങനെയൊക്കെ പോണ ആൾക്കാർ. അപ്പോൾ ഞാൻ ആ റൂമൊന്ന് വെറുതെ ഒറ്റ നോട്ടത്തിലെടുത്ത് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നിക്കിയുടേതായ കളികൾ രാവിലെ ആയപ്പോൾ തുടങ്ങി. ജനലിൻ്റെ മുകളിൽ കയറുക, നടക്കുക, പിന്നെ ബസ്സും ഇതൊക്കെ പോകണതൊക്കെ നോക്കുക. അപ്പോൾ നമ്മുടെ റൂമിൽ നിന്നും കാണുന്ന കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഞാൻ വെറുതെ പങ്കുവെച്ചു എന്ന് മാത്രം. അപ്പോൾ രാവിലെ അവർ ചായയൊക്കെ കൊണ്ടുവന്ന് തന്നു. അതിനുശേഷം ടിഫിൻ നമ്മൾ പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് ഉദ്ദേശിച്ചു. അപ്പോൾ ആശയ് ദോശ എന്ന് പറഞ്ഞിട്ട് ശരവണ ഭവൻ്റെ ഇതുണ്ടായിരുന്നു കേട്ടോ. ആശയ് ദോശ എന്നാണ് അതിൻ്റെ പേര്. പക്ഷേ പലവിധ നമുക്ക് വേണ്ട എല്ലാ വെജ് വിഭവങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശനി ഞായറാകുമ്പോൾ സ്പെഷ്യലായിട്ട് പൈനാപ്പിളിൻ്റെ കേസരി ഭാത്ത തോന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ തമിഴ്നാട്ടിലെ ടിഫിനുകൾ, അതായത് വെജ് ഐറ്റംസാണ് ഞാൻ പറയണത് കേട്ടോ. വെജ് ഐറ്റംസിനൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ്, നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല. അപ്പോൾ നിക്കിക്ക് ഒരു ഇഡ്ഡലി മേടിച്ചു, നീന പൊങ്കൽ വാങ്ങിച്ചു, അബി സാമ്പാർ വടിയും മേടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ കാപ്പി മേടിച്ചു. അപ്പോൾ ഞാൻ ഓണിയൻ ഊത്തപ്പൻ ഒരെണ്ണമാണ് ഞാൻ ഓർഡർ കൊടുത്തത് കേട്ടോ. അപ്പോൾ നമുക്ക് ചട്നിയും ചമ്മന്തിയും സാമ്പാറൊക്കെ വന്നു. അത് കൂടാതെ വേറെ പ്ലേറ്റിൽ ഇത് ഇങ്ങനെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം എടുക്കാം. അപ്പോൾ സ്വീറ്റായിട്ട് ഈ ബാദുഷ എനിക്കും അബിക്കും ഇഷ്ടമാട്ടോ. അപ്പോൾ ആ ബാദുഷ ഞങ്ങൾ വാങ്ങിച്ചു. പിന്നെ എൻ്റെ പൊന്നോ, സ്വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്വീറ്റാണ് നമുക്ക് വേണ്ട എന്നുള്ളത് അറിയില്ല. കണ്ടു കഴിഞ്ഞാൽ എല്ലാം മേടിക്കാനായിട്ട് തോന്നും കേട്ടോ. അത്രയ്ക്കും നല്ല 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 നമ്മുടെ ശ്രീകൃഷ്ണ സ്വീറ്റ്സ് പോലെ തന്നെ ഈ സ്വീറ്റ്സ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇല്ലാത്തതൊന്നുമില്ല ഇവിടെ. എന്താ ഇല്ലാത്തതെന്ന് മാത്രം ചോദിച്ചാൽ മതി. അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഞാനൊന്ന് കണ്ണോടിച്ചു, കൂട്ടത്തോടെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അതുപോലെ തന്നെ സ്വീറ്റ്സിൽ ഞങ്ങൾ മൈസൂർ പാക്കും വാങ്ങിച്ചു, ബാദുഷയും വാങ്ങിച്ചു. അപ്പം നമുക്കെല്ലാവർക്കും പ്രജിക്കും ഞങ്ങൾക്കും നീനയുടെ വീട്ടിലേക്കും ഒക്കെ വാങ്ങിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഒരുപാടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. എല്ലാം വാങ്ങിച്ച് കഴിഞ്ഞാൽ കഴിക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ സ്വീറ്റൊക്കെ നമ്മൾ കുറച്ച് മതിയാക്കുകയാണ്. അതുപോലെ ഹൽവകൾ പലതരത്തിൽ അവിടെ സ്റ്റീലിൻ്റെ അതിലിങ്ങനെ പാത്രങ്ങളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ ഡബ്ബകളിൽ തരും. അതുപോലെ ഗുലാബ് ജാമുൻ, രസഗുള എന്ന് വേണ്ട എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ ബൂന്തിയില്ലേ, കണ്ടോ, എനിക്കിഷ്ടമായിരുന്നു ബൂന്തി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിഫിനൊക്കെ കഴിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്തു. അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം എൻ്റെ മുടി കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കെട്ടി ഞാൻ ദീപുവിൻ്റെ അബിയുടെയൊക്കെ റിസപ്ഷനാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ മുടിയെല്ലാം കൊഴിഞ്ഞു ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ശരി, ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചു കേട്ടോ.
തമിഴ്നാട്ടിൽ ഏത് നമ്മൾ കാസ്റ്റിൽ പെട്ടതാണെങ്കിലും കുങ്കുമം, ചന്ദനം, അതുപോലെ തന്നെ പനീര് തെളിക്കൽ, പൂവ് വെക്കലും അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ എൻട്രൻസിൽ തന്നെ വെച്ചിട്ടുണ്ടാവും. നമ്മളതിനെ അവർ ഹാർദ്രമായി വെൽക്കം ചെയ്യും. അപ്പോൾ ഹാള് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഡെക്കറേഷൻസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, ഡെക്കറേഷൻ ചെയ്തത് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ അവർ തലേ ദിവസം വാഴപ്പഴമൊക്കെ വെച്ചിട്ടുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഡെക്കറേഷനൊക്കെ നന്നായി. ഞങ്ങളെല്ലാം ചുറ്റി നടന്ന് കണ്ടു. അപ്പോൾ പെണ്ണും ചെക്കനും എത്തിയിട്ടില്ല, ട്രാഫിക് ബ്ലോക്കിൽ പെട്ടേക്കാണ്. അപ്പോൾ അതുകൊണ്ട് സമയം വൈകിയപ്പോൾ വന്നവരനെ ഫുഡ് കഴിക്കാനായിട്ട് വിടുക. അപ്പോൾ ആ കാണുന്ന എൻട്രൻസ് കാണാണ്ടല്ലോ, അത് കൂടെയാണ് ഫുഡിനായിട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഞങ്ങളോടും പറഞ്ഞു ഫുഡ് കഴിച്ചോളൂ മാഡം, അവരെത്താറായിട്ട് വൈകണേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയമൊക്കെ അവിടെ അങ്ങനെ സ്റ്റേജിൽ കുറച്ച് സമയമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. അപ്പോൾ ഇതാണ് വെൽക്കം ഡ്രിങ്ക്. അതുപോലെ സദ്യക്ക് ഒരു സ്വീറ്റും അതുപോലെ പരിപ്പ് വട എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർക്ക് ബിരിയാണി കണ്ട് ഇങ്ങനെ വലിയ താമ്പാളത്തിൽ ഇങ്ങനെ ഓരോ പ്ലേറ്റിൽ ബിരിയാണി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓരോ ഇലയിലേക്കും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചിക്കൻ ഗ്രേവി ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, പിന്നെ ഇളനീര് പായസം, അതുപോലെ ഒരു സ്വീറ്റ് കേട്ടോ. അപ്പോൾ നീനയ്ക്ക് ഇവിടുത്തെ ബിരിയാണി പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവൾ വൈറ്റ് റൈസ് മേടിച്ചു. രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി, ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ അവൾ കഴിച്ചു കേട്ടോ. പിന്നെ ഇളനീര് പായസം നന്നായിട്ടുണ്ടായിരുന്നു. സ്വീറ്റും അതുപോലെ ഗീ സ്വീറ്റാണേ. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഇല നമ്മളിരിക്കുന്ന ഭാഗത്തുനിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് മടക്കുക. ഇവിടെ അങ്ങനെയല്ല, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഇരിക്കുന്ന ഭാഗത്തേക്കാണ് മടക്കുക. അപ്പോൾ അതിന് പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും കാണാം, ഇനിയും ഇതുപോലെ സദ്യകൾ ഉണ്ടാവട്ടെ, ഇനിയും കാണാം എന്നുള്ളത് അത്ര കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല, നമ്മളങ്ങോട്ട് തീറ്റ കഴിഞ്ഞാൽ അങ്ങോട്ട് മടക്കിടും, ചിലപ്പോൾ ചിലർ നിവർത്തിയിട്ടിട്ട് പോവുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് കഴിച്ച കാരണം ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് മടക്കാറ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് നോക്കൂ, ഇവിടെ ഐസ്ക്രീം ഉണ്ട്, അതുപോലെ ഈ മുറുക്കാനില്ലേ അത് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ പെണ്ണും ചെക്കനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റേജിൽ അവരെയൊക്കെ കണ്ടു ഇങ്ങനെയൊക്കെ കണ്ടു. അതുപോലെ കല്യാണത്തിന് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു. ആരുടെ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ, വേണുകെട്ടിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ മോളുടെയാണ്. മോളുടെ എന്ന് പറഞ്ഞാൽ അവർക്ക് കുട്ടികളില്ല. ഹസ്ബൻഡ് റെയിൽവേയിലും വൈഫ് ടീച്ചറുമാണ്. അപ്പോൾ അതാണ് വൈഫ് ഇട്ടാ തടിച്ചിട്ട് നിൽക്കുന്നത്. മറ്റേ കോട്ടിട്ടതാണ് ഹസ്ബൻഡ്, അതായത് ഏട്ടൻ്റെ ഫ്രണ്ട്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറയും. ഇൻറ്റിമേറ്റ് ഫ്രണ്ട് മൈക്കിൾ രാജ് എന്നാണ് പേര്. അപ്പോൾ മൈക്കിൾ സാറിന് കുട്ടികളില്ല. അനിയൻ്റെ ഭാര്യ മരിച്ചുപോയി. അനിയന് 2 കുട്ടികളാണ്. ഒരു കുട്ടീനെ മൈക്കിൾ സാറാണ് എടുത്ത് വളർത്തിയത്. അപ്പോൾ അങ്ങനെ ആ കുട്ടിയുടെ കല്യാണമാണ് കേട്ടോ. കുട്ടി ബാംഗ്ലൂരാണ്. ഇനിയിപ്പോൾ ചെറുക്കൻ വർക്ക് ചെയ്യണത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഇനി അവിടേക്ക് പോകും. അപ്പോൾ അങ്ങനെ റെയിൽവേ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരുടെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുത്തിലേക്ക് ഒഴിഞ്ഞു മാറി നിന്നു. അപ്പോഴാണ് വേണേട്ടൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് വേറൊരാളുണ്ട്, സ്കൂൾ മേറ്റാണ്. ഡോൺ ബോസ്കോയിലാണ് ചെന്നൈയിൽ വേണേട്ടൻ പഠിച്ചേക്കണത്. അപ്പോൾ ആ ഫ്രണ്ടിൻ്റെ വൈഫ് താമര ശെൽവി എന്ന് പറയും. ആ അക്കയും ഈ അക്കയും കൂടിയിട്ട് വന്നു എൻ്റെ അടുത്തേക്ക്. എന്നെ കണ്ടപ്പോഴത്തേനും ഓടി വന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി നിന്ന് ഫോട്ടോ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേജിൽ കയറി. അപ്പോൾ മൈക്കിൾ സാറും വൈഫും ഞങ്ങളും വാപ്പിയും നീനും ഞാനും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളും കൂടി ഫോട്ടോ എടുത്തു. വേണേട്ടൻ്റെ ഇൻറ്റിമേറ്റ് സ്കൂൾ മേറ്റും ജോലി മേറ്റുമാണ് ഭാലു സാറ്. ഭാലുവൻ സാറിൻ്റെ വൈഫാണ് താമര ശെൽവി അക്കയും നിവേദ മോള് കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് സമയം വർത്തമാനം പറഞ്ഞിരുന്നു. ഇനി ബാലു സാറൊക്കെ നാട്ടിലേക്ക് വരാൻ, ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ വന്ന് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ 2-3 ദിവസമൊക്കെ അങ്ങനെ നിൽക്കാറുണ്ട്. നമ്മളവിടെ പോയാലും ഞങ്ങൾ ഇപ്പോൾ റെയിൽവേ ഇതിൽ തന്നെ താമസിക്കാറ് വെച്ചാലും റെസ്റ്റ് ഹൗസിൽ താമസിക്കാറ് വെച്ചാലും അവരുടെ വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് രാത്രിക്കായിട്ടാണ് ഞങ്ങൾ മടങ്ങാറുള്ളൂ. അവരുടെ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ, നമുക്ക് സൗകര്യം ഉണ്ടല്ലോ വെച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും കണ്ട് അമ്പലങ്ങൾ ഇങ്ങനെ ഓരോ രൂപങ്ങളായിട്ട് ഇങ്ങനെ കാണും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുനിന്ന് മാത്രം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അവരെയൊക്കെ കണ്ട് സംസാരിച്ചപ്പോൾ തന്നെ ഒരു സന്തോഷമായി. അപ്പം ഞാൻ അപ്പോഴും ചിന്തിച്ചു, ഇവരെ കാണുമ്പോഴും അതുപോലെ തന്നെ ഏട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏട്ടൻ എങ്ങനെ ഇവർ ഫ്രണ്ട്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് എൻ്റെ കുറേ പേരെ വിളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കുക, അതിനൊന്നും വിരോധമില്ല കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോഴും അവരും അങ്ങനെ തന്നെയാണ് വിളിക്കുക. അങ്ങനെ ബാലു സാറ് എന്ന് പറഞ്ഞാൽ ഏട്ടൻ്റെ സ്കൂൾ മേറ്റുമാണ്. ഏട്ടൻ ഡോൺ ബോസ്കോയിലാണ് പഠിച്ചേക്കണത് ചെന്നൈയിൽ. അപ്പോൾ അവിടുത്തെ സ്കൂൾ മേറ്റുമാണ്. അതുപോലെ തന്നെ ആൾക്കും റെയിൽവേയിൽ തന്നെ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് അന്ന് അദ്ദേഹം ബിസിനസ് തുടങ്ങിയിട്ടോ. അങ്ങനെയാണ് റെയിൽവേ ജോലി ഉപേക്ഷിച്ചിട്ടാണ് ബിസിനസ് തുടങ്ങിയത്. മൈക്കിൾ സാർ എന്ന് പറഞ്ഞു റിട്ടയർഡായി. ഇപ്പോൾ റെയിൽവേയിൽ തന്നെയാണ്. 2 പേരും ഒരേ സമയത്ത് തന്നെയാണ് ട്രെയിനിങ്ങിന് ഉണ്ടായിരുന്നത്. അങ്ങനെ അന്ന് മുതൽ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ സേലത്ത് പോയ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പോകുന്ന പോക്കിലും ചെന്ന് കഴിഞ്ഞപ്പോഴും എനിക്ക് ഒരുപാട് മിസ് ചെയ്ത ഏട്ടനെ തന്നെയാണ്
തന്നെയാണ്. അപ്പോൾ ആ ഒരു വിഷമം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ചെറിയ വിശേഷങ്ങൾ ഞാനത് അവിടെ പോയ വിശേഷങ്ങളും കുറച്ച് മാത്രമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. ആ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം വീണ്ടും കാണാം. ബൈ, സി യു.